ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു കേരക്കറി വെച്ചാലോ? എനിക്ക് വീഡിയോ ഒന്നും എടുത്ത് പരിചയമില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടേക്കണേ. അപ്പോൾ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. കേര കഷ്ണം മുറിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്നേ കേട്ടോ, അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി വേണ്ട സാധനം എന്തൊക്കെയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ടത് ചെറിയുള്ളി വേണം, പിന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, കറിവേപ്പില, വലിയ ജീരകം, കുരുമുളക്, പച്ചമുളക്, തക്കാളി, പിന്നെ പിഴുപുളി കഴുകി വെച്ചിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത്ര സാധനം നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇന്ന് നമുക്കിവിടെ കറണ്ട് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇടിയൻ കല്ലിലൊക്കെ വെച്ച് ഇടിച്ചിട്ടൊക്കെ എടുക്കാം. ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൊച്ചു കിറുമാണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടോ. എല്ലാവർക്കും പനിയാണ് കേട്ടോ, അതുകൊണ്ട് ആരും ഒന്നും സ്കൂളിലൊന്നും പോയിട്ടില്ല, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പം നമുക്കിതൊക്കെ ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചതയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ചതച്ചിട്ടുണ്ട്, അരിയാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് പോയാലോ? നിൽക്കും. അപ്പോൾ നമുക്ക് ചട്ടി വയ്ക്കാം. ഇനി ചട്ടി ചൂടാകട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എനിക്കൊന്നിൻ്റെയും കറക്റ്റായിട്ടുള്ള അളവൊന്നും ഇല്ല കേട്ടോ, ഏകദേശം അളവല്ല. നമുക്ക് എണ്ണ ചൂടായിട്ട് ഫസ്റ്റ് നമുക്ക് എന്തായിട്ടുണ്ടേ, ഫസ്റ്റ് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പച്ചവെള്ളം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇന്നെല്ലാം താമസിച്ചു, ഇനി കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട്, പിന്നെ എൻ്റെ കുട്ടിപ്പട്ടാളംസൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് വലിയ പാടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വരണ്ട, നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളി, കൊച്ചുള്ളി അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇവിടെ നമ്മൾ ചുവന്നുള്ളി എന്നാണ് പറയാറ്. ഇത് ആലപ്പുഴ സ്ഥലം. ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴങ്ങും. അപ്പോൾ നമുക്ക് ഉപ്പിടാവേ, പോരായ്ക ഉണ്ടെങ്കിൽ പിന്നെ ഇടാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. ഇതൊന്ന് വഴണ്ടോട്ടെ. ഇടയ്ക്ക് എൻ്റെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒച്ചയും വേളമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഞാനൊരു തുടക്കക്കാരിയാണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി ഇടാം. തക്കാളിയും ഈ വേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഈ ജീരകവും കുരുമുളകും നമുക്ക് കൂട്ടത്തിൽ ഇടാൻ വേണമെങ്കിൽ, പക്ഷേ ഉണ്ടല്ലോ കരിയും. ഇപ്പോൾ ഗ്യാസ് ഞാൻ കുറച്ച് വെച്ചിരിക്കും, നമുക്ക് കൂട്ടി വെക്കാം. ഈ തക്കാളി കൂടി ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമുക്ക് പൊടിയൊക്കെ ഇടാം കേട്ടോ. നമുക്കിത് വഴണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്കൊരു പാട്ട് പാടിയാലോ? ഞാൻ അടുക്കള പാട്ടൊക്കെ പാടിയാട്ടോ നിൽക്കുന്ന. പഞ്ചവർണ്ണ കിളി ചേലുള്ള പൊന്നാര ചെമ്പകപ്പൂ മലരേ കണ്ണടച്ചു ഞാൻ നോക്കിയാലും കാണാനഴകുള്ളോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണടി എന്തോരഴകാണടി. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ഇടണ്ടേ? ഇത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഇല്ലേ, കുടംപുളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചില സ്ഥലങ്ങളിലൊക്കെ
മറ്റേ പിഴിപുളി, വാളംപുളിയാണ് കേട്ടോ മീൻ കറിക്ക് ഇടാറ്. പക്ഷെ ഇങ്ങോട്ട് ആലപ്പുഴക്കാർ കുടംപുളി തന്നെ ഇടാറ് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർക്കാവേ. എൻ്റെ ചോറും വെന്തിട്ടില്ല, അപ്പുറത്തിരുന്ന് ചോറൊക്കെ വേവുന്നുണ്ട്. നമുക്ക് ചതച്ച് വെച്ച കുരുമുളകും വലിയ ജീരകവും അതിടാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അത് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഉണ്ടാവും, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണും മുളക് പൊടി ഒരു 2-2.5 സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇവിടെ മുളക് ഒരുപാട് എരിവ് വേണ്ട, അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഇട്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഓരോരോ രീതിയല്ലേ, ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മൂക്കട്ടെ, ഈ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് മൂക്കണം. പിന്നെ എല്ലാവരും കറിയിൽ മിക്കവരും പച്ചവെള്ളം ഒഴിക്കുന്ന, ഞാൻ പച്ചവെള്ളം ഒഴിക്കാറില്ല കേട്ടോ, ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്ന. എൻ്റെ ചെറുത് ഇടയ്ക്ക് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട കുത്തിയണൊക്കെ ആയിട്ട്. ഇപ്പം എനിക്ക് 2 ദിവസത്തെ കറിയുണ്ട് കേട്ടോ ഇത്. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് കൂട്ടി വെക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് ചാറ് കൂടുതൽ വേണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചാറാക്കിയത്. ചിലർ മുളക് കറി വെക്കുമ്പോൾ ഒരുപാട് ചാറാക്കൂല, ഇവിടെ ചാറ് വേണം. പിന്നെ ഇപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വെട്ടി തിളയ്ക്കട്ടെ, നമുക്കിത് മൂടി വെച്ച് തിളപ്പിക്കാം. അപ്പോൾ നമുക്ക് മൂടി വെക്കാവേ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിന് ഉപ്പും പുളിയൊക്കെ മതിയാന്ന് നോക്കണം, എന്നിട്ട് വേണം കേട്ടോ നമുക്ക് കഷ്ണമൊക്കെ ഇടാൻ. മീൻ്റെ കഷ്ണം ഇടാവേ. കഷ്ണങ്ങളൊക്കെ ഇട്ടു, ഇനി നന്നായിട്ട് വേവട്ടെ. ആ സമയത്ത് നമുക്ക് കറി താളിക്കാനുള്ള എടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കണുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാവേ, കഷ്ണം പൊടിയാതെ, അല്ലെങ്കിൽ അടിക്കും പിടിക്കും. കേര ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം കേട്ടോ, നമ്മൾ ചൂര കഷ്ണം കണക്കല്ല. നല്ല കുടംപുളിയുടെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താളിക്കാനുള്ള സാധനം എടുത്ത് വെക്കാമെന്ന്. ഇവിടെ എല്ലാ കറിയും താളിക്കണം കേട്ടോ. അതിന് കറിവേപ്പില, കൊച്ചുള്ളി, ഉലുവ നമുക്ക് താളിക്കാം. അപ്പോൾ നമുക്ക് താളിക്കാനുള്ള കൊച്ചി എട്ടി വെച്ചിട്ടുണ്ട്. നമ്മളപ്പുറത്ത് മീൻകറിയുടെ ചട്ടി ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, അതിങ്ങനെ സിമ്മിലിട്ടിരിക്കുവാണ്. താളിക്കുന്ന ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് ഉലുവായിട്ട് കൊടുക്കാവേ. കടുക് ഇടുന്നവരുണ്ട് കേട്ടോ മീൻ കറിയിൽ. ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ചുവന്നുള്ളി ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് നിരടണം.
കൈ കൊണ്ട് നിരടിയിട്ട് അതുകൂടി ഇതിനകത്തിട്ടിടുക. താളിക്കുമ്പോൾ വറ്റൽമുളക് ഇടും കേട്ടോ, പക്ഷെ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. ഒന്ന് മൂത്തോട്ടെ. ഇതൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഈ താളിച്ച് നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ വലിയ മീനിൻ്റെയൊക്കെ കറി തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടുന്ന കേട്ടോ രുചി. എന്നാലേ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റാകത്തുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. നോക്കിയേ, നല്ല കേര മുളകിൽ വെച്ചത്. ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.